മലേഷ്യയിലേക്ക് ഞാൻ നടത്തിയ യാത്രയുടെ വളരെ ചെറിയൊരു ഭാഗമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. സന്ദർശിച്ച പല സൈറ്റുകളുടെയും വീഡിയോകളും പിക്ചറുകളും ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നതിൽ ഖേദമുണ്ട്. കൊച്ചിയിൽ നിന്നും എയർ ഏഷ്യ ഫ്ലൈറ്റിലാണ് ക്വാലാലംപൂരിലേക്ക് യാത്ര തിരിച്ചത്. 4 മണിക്കൂർ യാത്രയാണ്. രാത്രിയോടെ ക്വാലാലംപൂരിൽ എത്തുകയും ടാക്സിയിൽ സിറ്റിയിലെ അമ്പങ് പോയിന്റിലുള്ള ഹോട്ടൽ ഗുൽഷാനിലേക്ക് തിരിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ക്വാലാലംപൂരിലെ പെട്രോണ ടവർ അടങ്ങുന്ന സൂര്യ KLCC, സെൻട്രൽ മാർക്കറ്റ്, ലിറ്റിൽ ഇന്ത്യ, KL ടവർ, മസ്ജിദ് ജമേക്ക് എന്നിവ സന്ദർശിച്ചു. ക്വാലാലംപൂർ മലേഷ്യയുടെ തലസ്ഥാന നഗരമാണ്. പൊതുവെ KL എന്നറിയപ്പെടുന്ന ക്വാലാലംപൂർ തെക്കുകിഴക്കൻ ഏഷ്യയിൽ സാമ്പത്തിക വികസനത്തിൽ ഏറെ വളർന്നുകൊണ്ടിരിക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ്. മലേഷ്യയുടെ സാംസ്കാരിക സാമ്പത്തിക കേന്ദ്രമാണ് ക്വാലാലംപൂർ. മഴക്കാടുകൾ ഏറെയുള്ള നാടാണ് മലേഷ്യ. മലേഷ്യയുടെ പല ഭാഗങ്ങളിലും മിക്ക ദിവസവും മഴ ലഭിക്കുന്നു. അടുത്ത പുലർച്ചെ റോയൽ മ്യൂസിയം സന്ദർശിച്ചു. ക്വാലാലംപൂരിലെ ഒരു പ്രധാന സന്ദർശന കേന്ദ്രമാണ് ജലൻ ഇസ്ഥാനയിലെ സുന്ദരമായ റോയൽ മ്യൂസിയം. ഇത് മുൻപ് മലേഷ്യൻ രാജാവിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു. 1928 ചൈനീസ് കോടീശ്വരനായ ചാൻമിങ് ആണ് ഈ മാളിക നിർമ്മിച്ചത്. അതിനുശേഷം 2ാം ലോകമഹായുദ്ധകാലത്ത് ജാപ്പാനീസ് അധിനിവേശ സമയം ജാപ്പാനീസ് ഗവർണറുടെ വസതിയായി ഇത് ഉപയോഗിച്ചു. 2ാം ലോകമഹായുദ്ധത്തിലെ പരാജയത്തിനു ശേഷം ജപ്പാൻ അധീശത്തിൽ നിന്നും ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വന്നു. പിന്നീട് ഏറെ നവീകരണങ്ങൾക്കും വിപുലീകരണങ്ങൾക്കും ശേഷം ഇത് സെലംഗൂർ സുൽത്താന്റെ കൊട്ടാരമായും വർത്തിച്ചു. അടുത്ത ദിവസം ലങ്കാവി സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി 438 കിലോമീറ്റർ അകലെയുള്ള അലോസ്ത്രിലേക്ക് ബസ്സിൽ പുറപ്പെട്ടു. കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതിയാണ് മലേഷ്യയിൽ കാണാൻ കഴിഞ്ഞത്. ബസ് യാത്രയിൽ കാണുന്ന കാടുകളും മലകളും പാടശേഖരങ്ങളും എല്ലാം കേരളത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കും. പക്ഷേ റോഡിലേക്ക് നോക്കുമ്പോൾ ഇത് കേരളമല്ല എന്ന ബോധവും മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തും. നല്ല യാത്രാ സൗകര്യങ്ങളാണ് മലേഷ്യയിൽ മൊത്തവും കാണാൻ കഴിയുക. KLൽ നിന്നും അലോസ്തറിലേക്ക് ബസ്സിന് പുറമെ സ്പീഡ് ട്രെയിനും ഉണ്ട്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡുകൾ എയർപോർട്ട് പോലെ വളരെ സിസ്റ്റമാറ്റിക്കും സൗകര്യങ്ങൾ ഉള്ളതുമാണ്. അലോസ്തറിൽ നിന്നും ടാക്സി പിടിച്ച് ക്വാലാകത ബോട്ട് ജെട്ടിയിലെത്തി. അവിടെ നിന്നാണ് ലങ്കാവിയിലേക്കുള്ള ഫെറി സർവീസ്. ഫെറിയിൽ 60 കിലോമീറ്റർ ദൂരം താണ്ടാൻ ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റ് സമയമെടുക്കും. ക്വാലാകത ബോട്ട് ജെട്ടിയിൽ നിന്നും ലങ്കാവിയിലേക്കുള്ള ഫെറിയിൽ യാത്ര തിരിച്ചു. രാത്രി 8 മണിയോടെ ലങ്കാവിയിലെ കുവ ജെട്ടിയിൽ ഇറങ്ങി. അവിടെ നിന്നും ഫുഡ് കഴിച്ച് നേരെ ഹോട്ടലിലേക്ക് നടന്നു. ലങ്കാവിയിൽ നിന്നുള്ള വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ചരിത്രത്തിലുടനീളം ഏറെ വൈദേശിക ആക്രമണങ്ങൾക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കും മാറാവ്യാധികൾക്കും ഇരയാകേണ്ടി വന്ന രാഷ്ട്രമാണ് മലേഷ്യ, പ്രത്യേകിച്ചും ക്വാലാലംപൂർ സിറ്റി. 1ലധികം തവണ മുഴുവനായും നശിച്ച ശേഷം വീണ്ടും ഉയർത്തെഴുന്നേറ്റ സിറ്റിയാണ് ക്വാലാലംപൂർ. യുദ്ധങ്ങളും വെള്ളപ്പൊക്കവും തീയും എല്ലാം പല സമയങ്ങളിലായി ഈ സിറ്റിയെ പാടെ തകർത്തിട്ടുണ്ട്. അതും കൂടാതെ പ്ലേഗ് പോലുള്ള മാരക രോഗങ്ങളും പഴയകാലത്ത് ഇവിടെ വൻ നാശം വിതച്ചു. ഒട്ടേറെ ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും തമിഴ് വംശജർ മലേഷ്യയിൽ വസിക്കുന്നു. പലരും മലേഷ്യൻ പൗരത്വമുള്ളവരാണ്. ഏറെ മലയാളികൾ ഇവിടെ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നു. പലരും ജോലി ചെയ്യുന്നു. മലേഷ്യയിൽ ബിസിനസ് നടത്തുന്ന ജോലി ചെയ്യുന്ന മലയാളികളിൽ അധിക പേരും റെസ്റ്റോറൻറ്റ് മേഖലയിലാണ് കാണപ്പെടുന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നുള്ള തമിഴ് വംശജരെ തോട്ടങ്ങളിൽ ജോലിയെടുക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ മലേഷ്യയിലേക്ക് അയച്ചു. അവരിൽ പലരും പിൽക്കാലത്ത് മലേഷ്യൻ പൗരന്മാരായി മാറുകയും ആ മണ്ണിൻ്റെ ഭാഗമാകുകയും ചെയ്തു. ഇന്നും ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും തമിഴ് വംശജരാണ്. ഇതിനു പുറമെ മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നുള്ള പലരെയും ബ്രിട്ടീഷ് സർക്കാർ മലേഷ്യയിലെ പെനാങ് പോലുള്ള ദ്വീപുകളിലേക്ക് നാടുകടത്തുകയും ചെയ്തിരുന്നു.
ലങ്കാവിയിൽ നിന്നും പിന്നീട് ഫെറിയിൽ തിരിച്ച് അലോസ്ത്രയിൽ വന്നു. സ്പീഡ് ട്രെയിനിൽ ക്വാലാലംപൂരിലേക്ക് വരാൻ ശ്രമിച്ചെങ്കിലും ടിക്കറ്റ് ലഭിക്കാത്തത് കാരണം ആ പ്ലാൻ ഉപേക്ഷിച്ച് ബസ്സിൽ തന്നെ തിരിച്ചു. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഗ്രേറ്റർ ഏഷ്യ എന്ന സ്വപ്നവുമായി ഏഷ്യൻ രാജ്യങ്ങളിലെ പടയോട്ടങ്ങൾക്കിടയിൽ ജപ്പാൻ സൈന്യം 1,00,000-ലധികം തമിഴരെ സിയാം എന്ന ഇന്നത്തെ തായ്ലാൻഡിനും ബർമയ്ക്കുമിടയിൽ 415 കിലോമീറ്റർ റെയിൽവേ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു. ഈ പദ്ധതി സമയത്ത് അവരിൽ പകുതിയോളം പേർ പല രീതികളിലായി മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മരണസംഖ്യ 1,50,000-ലധികമായിരുന്നു എന്നാണ് പിൽക്കാലത്ത് നടത്തിയ ഗവേഷണങ്ങൾ കാണിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും പാമ്പുകളുടെയും മറ്റു ഇഴജന്തുക്കളുടെയും വിവിധ പ്രാണികളുടെയും കടിയേറ്റും കോളറ, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ മൂലവും സൈന്യത്തിൻ്റെ പീഡനവും കൂട്ടക്കൊല, ആത്മഹത്യ തുടങ്ങിയവയ്ക്ക് ഇരയായും ആണ് മരണമടഞ്ഞത്. ക്വാലാലംപൂർ സിറ്റിയുടെ ഒരു ഭാഗത്തായി തമിഴ് വംശജർ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഈ ഭാഗം ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്നു. തമിഴ് ഏരിയയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തമിഴ്നാട്ടിലെ ഏതോ തെരുവിലൂടെ യാത്ര ചെയ്യുന്ന പ്രതീതിയാണ്. തമിഴ് പാട്ടുകളും മ്യൂസിക്കും എപ്പോഴും ഇവിടെ ഉച്ചത്തിൽ കേൾക്കാം. അടുത്ത പുലർച്ചെ ജെൻഡിങ് ഹൈലാൻഡിലേക്ക് തിരിച്ചു. മലേഷ്യയിലെ പ്രശസ്തമായ ഹിൽ സ്റ്റേഷൻ ആണ് മഴക്കാടുകൾക്ക് ഇടയിലുള്ള ജെൻഡിങ് ഹൈലാൻഡ്. ക്വാലാലംപൂരിൽ നിന്നും ഏകദേശം 1 മണിക്കൂറിൽ താഴെ യാത്ര ചെയ്യണം ഇവിടെ എത്താൻ. ഇവിടെ കേബിൾ കാറുകളും തീം പാർക്കുകളും കാസിനോയും സ്ട്രോബെറി ഫാമുകളും എല്ലാം ഉണ്ട്. .38 കിലോമീറ്റർ നീളത്തിലുള്ള ജെൻഡിങ് സ്കൈവേ കേബിൾ കാർ സംവിധാനം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മോണോ കേബിൾ കാർ സിസ്റ്റം ആയി കണക്കാക്കുന്നു. ഇതുകൂടാതെ ഇവിടെ മറ്റൊരു കേബിൾ കാർ സംവിധാനം കൂടിയുണ്ട്, അവാന സ്കൈവേ. 2.8 കിലോമീറ്റർ ദൂരമുണ്ട് ഈ കേബിൾ കാർ സംവിധാനത്തിന്. ഇനി പുത്രജയയിലേക്കാണ് പോകുന്നത്. .24 കിലോമീറ്റർ ദൂരമുണ്ട് പുത്രജയയിലേക്ക്. ട്രെയിനിലാണ് യാത്ര. മലേഷ്യയുടെ ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്ഥാനമാണ് പ്ലാന്റ് സിറ്റിയായ പുത്രജയ. ഇത് ഫെഡറൽ ടെറിട്ടറിയാണ്. ക്വാലാലംപൂർ മലേഷ്യയുടെ ദേശീയ തലസ്ഥാനമായി തുടരുമ്പോഴും 1999 മുതൽ പുത്രജയ മലേഷ്യൻ ഭരണസിരാ കേന്ദ്രമാണ്. ക്വാലാലംപൂരിലെ തിരക്ക് കാരണമാണ് ഭരണകേന്ദ്രം ഇങ്ങോട്ട് മാറ്റിയത്. 1990കളിൽ തുടങ്ങിയ ഇവിടത്തെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. സെറി വവാസാൻ ബ്രിഡ്ജ്, പുത്രജയ മോസ്ക്, പുത്രജയ തടാകം എന്നിവ ഇവിടത്തെ പ്രധാന കാഴ്ചകളിൽ ചിലതാണ്. ഇനി ഇവിടെ ബന്ദിങ് ജലാൻ ബർജിയയിലുള്ള ചില അയൽവാസികളെ സന്ദർശിക്കണം. ക്വാലാലംപൂരിൽ നിന്നും ഏകദേശം 65 കിലോമീറ്ററിൽ അധികം ദൂരമുണ്ട് അങ്ങോട്ട്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മലേഷ്യ അഥവാ FRIM സന്ദർശിച്ച ശേഷമാണ് ക്ലാങ്കിലേക്ക് പോയത്. യൂബർ ടാക്സിയാണ് ഉപയോഗിച്ചത്.
മലേഷ്യയിൽ ബസ്സുകൾക്കും ട്രെയിനുകൾക്കും ശേഷം ഞാൻ ഏറെ ഉപയോഗിച്ച യാത്രാമാധ്യമം യൂബർ ആണ്. അത് എല്ലായ്പ്പോഴും എല്ലായിടത്തും അവൈലബിൾ ആണ്. മലേഷ്യയുടെ ഉൾഭാഗങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് കേരളത്തനിമ ശരിക്കും ഫീൽ ചെയ്യുക. ഗ്രാമങ്ങളിലെ പാടങ്ങളും തെങ്ങിൻതോപ്പുകളും വാഴക്കൃഷികളും എല്ലാം കടന്നു പോകുന്ന കൊച്ചു കൊച്ചു റോഡുകളും അവക്കരികിലുള്ള കടകളും റോഡരികിലെ വീടുകളിലെ ആട്ടിൻകൂടുകളും കോഴിക്കൂടുകളുമെല്ലാം നമ്മുടെ നാട്ടിൻപുറങ്ങളെയാണ് ഓർമ്മയിലെത്തിക്കുക. എല്ലാവരെയും കണ്ട ശേഷം നേരെ ടാക്സിയിൽ ക്വാലാലംപൂർ എയർപോർട്ടിൽ രാത്രിയോടെ എത്തുകയും അടുത്ത പുലർച്ചെ എയർ ഏഷ്യ ഫ്ലൈറ്റിൽ കൊച്ചിയിലേക്ക് തിരിക്കുകയും ചെയ്തു.